2026 LDFന് തുടർഭരണം കിട്ടുമോ? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. അതായത് LDF അധികാരത്തിൽ വരുന്നത് കാണാൻ കൊതിച്ചിട്ടല്ല, LDF എങ്ങനെ വരാതിരിക്കും, പിണറായി എങ്ങനെ വരാതിരിക്കും, അതിനെക്കുറിച്ചാണ് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി നിൽക്കുന്നത്. പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ നിൽപ്പുണ്ട്. പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദുഷ്ചെയ്തികൾ, ആ ചെയ്തികളിലൂടെ പിണറായി ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ തുടർഭരണം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. അപ്പോൾ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെ. 2, ഞാൻ മുൻപ് പല വീഡിയോകളിലും നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ LDF സർക്കാരിലുള്ള, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലുള്ള 3 വനിതാ മന്ത്രിമാർ കാരണം കേരളത്തിലെ തുടർഭരണം കിട്ടില്ല LDFന്. 3 വനിതാ മന്ത്രിമാരെ ആരെന്ന് എവർക്കും അറിയാം. ആരോഗ്യം വീണ ജോർജ്, ഉന്നത വിദ്യാഭ്യാസം ബിന്ദു, മൃഗസംരക്ഷണം ചിഞ്ചുറാണി. അതിൽ ആരോഗ്യം തന്നെ നോക്കിയാൽ അറിയാം, ആരോഗ്യമാണല്ലോ പ്രധാനം. ആരോഗ്യമുണ്ടെങ്കിലല്ലേ വിദ്യാഭ്യാസമുള്ളൂ. ആ 2 വകുപ്പും കുത്തുപാളയെടുത്ത് കിടക്കുകയാണ്. കേരളത്തിൽ ഉപരിപഠനത്തിന് യാതൊരു സാധ്യതയുമില്ല. സർവകലാശാലകളെല്ലാം തന്നെ അധപ്പതിച്ചിരിക്കുകയാണ്. അവിടെ SFIക്കാരുടെ വിളയാട്ടമാണ് നടക്കുന്നത്. പഠനമല്ല, ആഭാസത്തരമാണ്. ആരോഗ്യരംഗം കുത്തഴിഞ്ഞു നിൽക്കുകയാണ്. 2016 നമുക്കറിയാം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നാം പിണറായി സർക്കാർ അതൊരു വലിയ കോവിഡ് ഒരു അനുകൂല സാഹചര്യമാക്കി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയി. ചെറുത്തു നിൽക്കാൻ ശ്രമം നടത്തി. അതൊക്കെ വിജയിച്ചു എന്ന് അവർ വീരവാദം മുഴക്കുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് ലോകത്തെല്ലായിടത്തും പരന്നതുപോലെ തന്നെ കേരളത്തിലും ഉണ്ടായി, നമ്മുടെ രാജ്യത്തും ഉണ്ടായി. പക്ഷേ വേണ്ട തരത്തിലുള്ള സന്നാഹങ്ങളോടുകൂടി അതിനെ നേരിട്ടു എന്നുള്ളതിലാണ് അവിടെ വിജയം. അങ്ങനെ ആരോഗ്യവകുപ്പിൻ്റെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറയാം. പക്ഷേ അത് 3ാം വട്ടം ആ ഭരണം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ആരോഗ്യവകുപ്പ് തന്നെയാകും. കേരളത്തിലെ പൊതുജന ആരോഗ്യം കുത്തഴിഞ്ഞു പോയി. സാധാരണ ജനങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ കിട്ടാത്ത ഒരിടമായി ഗവൺമെൻറ് ആശുപത്രികൾ മാറി, മെഡിക്കൽ കോളേജ് മാറി. എന്തിന്? ചികിത്സ പോയിട്ട് അവിടെ എത്തിയാൽ സുരക്ഷിതത്വം പോലുമില്ല, ജീവൻ പോലും തിരികെ കിട്ടാത്ത അവസ്ഥയിലേക്കെത്തി. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് തകർന്നതും എല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഒരു ധിക്കാരവും ധാർഷ്ട്യവും പിണറായി വിജയൻ്റെയോടൊപ്പം തന്നെ മന്ത്രിസഭയിൽ ഇരുന്ന് ആ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ പടർന്നു കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആരോഗ്യവകുപ്പ് കുത്തുപാളയെടുത്തതാണ്. അതുപോലെ ചിഞ്ചുറാണി നമുക്കറിയാം. ഒരു കൊല്ലം തേവലക്കരയിൽ ഒരു കുട്ടി വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ സൂംബ നൃത്തം ചെയ്ത ചിഞ്ചുറാണിയെ നമുക്കറിയാം. ഇതൊക്കെ ജനവിരുദ്ധമായതയുടെ കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് തുടർഭരണം കിട്ടില്ല എന്ന് ഉറപ്പുവരുത്താവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഞാൻ മുൻപ് പല വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 3ാമത്തെ ഘടകം എന്ന് പറയുന്നത്, നിരവധി ഘടകങ്ങളുണ്ട്, ആ 3ാമത്തെ ഘടകത്തിൽ ഞാൻ ഊന്നൽ കൊടുക്കുകയാണ്. CPM എപ്പോഴും യുവനിരയെ കൊണ്ടുവരാറുണ്ട്, നല്ലത് തന്നെയാണ്. എപ്പോഴും ഒരു സെക്കൻഡ് നിര രൂപപ്പെടുത്തി എടുത്തിരിക്കണം. ഒരു പ്രായം കഴിയുമ്പോൾ മാറി നിൽക്കണം മുതിർന്നവർ. ചിലരൊക്കെ മുതിർന്ന അവർക്ക് ചില ഇളവുകൾ കൊടുത്ത് മുന്നിൽ നിർത്തും. എങ്കിൽ മാത്രമല്ലേ പുതിയ നിരയെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 3ാമത്തെ ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ CPM-ൽ വരാൻ പോകുന്ന യുവനിര.
ഇപ്പോൾ തന്നെ അവർ സജീവമായിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കും. പല മണ്ഡലങ്ങളും നോക്കി വച്ചിട്ടുണ്ട്. പക്ഷേ അവർ നിൽക്കുന്ന മണ്ഡലങ്ങളെല്ലാം തോറ്റു തുന്നം പാടും എന്ന് 100% നമ്മൾക്കുറപ്പാണ്, അവർക്കും ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഈ പിണറായി വിജയൻ അങ്ങ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന കേരളത്തിലെ സർവകലാശാലകളിലെ തമിഴ് വിഭാഗം മേധാവിയെ എന്തിന് വളരെ അസഭ്യമായ വാക്കുകൾ പറഞ്ഞ AA റഹീമാണ് രാജ്യസഭാ MP ആയിട്ടുള്ളത്. രാജ്യസഭാ MP-യുടെ കാലാവധി തന്നെ 26 അവസാനിക്കും. കേരളത്തിലെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് നിയമസഭയിൽ എത്തണം, എന്നിട്ട് ഇവിടെ വലിയ വിപ്ലവം നടത്തണമെന്നും പറഞ്ഞാണ് ആ ആഗോള നേതാവ് ഡൽഹിയിൽ നിന്ന് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. SFIയിലൂടെയും DYFIയിലൂടെയും ആഗോള നേതാക്കന്മാരായിട്ടുള്ളവരുടെ ഒരു വിളയാട്ടമായിരിക്കും ഇനിയും കാണാൻ പോകുന്നത്. SFI എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് അവർക്കൊരു വലിയ നിലവാരമുണ്ടായിരുന്നു. അതവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും എഴുത്തിലും വാക്കിലും അവരൊരു വലിയ ബൗദ്ധിക തലത്തിൽ നിൽക്കുന്നവരായിരുന്നു. ഇന്നോ കുറച്ച് കവലച്ചട്ടമ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറി. നമുക്കറിയാം പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവർ ചെയ്തത്, എറണാകുളം മഹാരാജാസ് കോളേജിൽ, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ കയ്യും വെട്ടും കാലും വെട്ടും പറയുന്നത് ആരെന്നറിയാമോ? അല്ലേ? ചെന്നിത്തലയുടെ മക്കളല്ല, ഉമ്മൻചാണ്ടിയുടെ മക്കളല്ല, പിന്നെ ആരത് നമുക്കറിയാം, പിണറായിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള അവരെയൊക്കെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ മത്സരിപ്പിക്കാൻ പോകുന്നത്. ആർഷോ മത്സരിച്ചാൽ എങ്ങനെയിരിക്കും? ആർഷോയുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും കോളേജ് പഠനവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. ഒരു കാലത്ത് SFIയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. കോട്ടയം MPയും MLA ഒക്കെ ആയിരുന്ന സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിൻ്റെ ഔന്നത്യം എവിടെ നിൽക്കുന്നു? ആർഷോ എവിടെ? ഈ ആർഷോയൊക്കെയാണോ കേരളം ചുമക്കേണ്ടത് ഇനിയും? ആർഷോ എവിടെ നിന്നാലും ആ തോൽവി ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് വിജയം നേരത്തെ തന്നെ ഉറപ്പിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ചിന്തോ ജെറോം. ഡോക്ടർ ചിന്തോ ജെറോം എന്ന് വേണമല്ലോ പറയാൻ. നമ്മുടെ സർവകലാശാലയിൽ നിന്ന് കൊടുത്ത ഡോക്ടറേറ്റ് ബിരുദം കൂടെ ചേർത്ത് പറയണം. ചിന്തോ ജെറോമിന് യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് ലക്ഷങ്ങൾ വെറുതെ വാങ്ങിച്ച ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ചിന്തോ ജെറോം ഗവേഷണ പ്രബന്ധം തന്നെ യാതൊരു തരത്തിലുള്ള നിലവാരമില്ലാത്തതുമായിട്ടുള്ളതാണ് എന്നുള്ള വാർത്തയും ഒക്കെ നമ്മൾക്കറിയാവുന്നതാണ്. കൊല്ലത്ത് CPMന് പറ്റിയ ഒരു വലിയ പരാജയമുണ്ട്. ചലച്ചിത്ര നടൻ മുകേഷിനെ MLA ആക്കി 2016-ലും 2021-ലും. അവിടെ കോൺഗ്രസ്സുകാരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടത്. അങ്ങനെ ഇനി അവിടെ ചിന്തോ ജെറോമിനെ, മുകേഷിനെ മാറ്റിയിട്ട് ചിന്തോ ജെറോമിനെ ഇറക്കാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതും ഉറപ്പാണ്. പിന്നെ പുതുപ്പള്ളിയിൽ ജെയ്സി തോമസ് എത്ര പ്രാവശ്യം ഉമ്മൻചാണ്ടിയോടും മകനോടും, അച്ഛനോടും മകനോടും തോറ്റു ചാവേറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ജെയ്സി തോമസ്. അപ്പം ഇങ്ങനെ കുറേ പേര് CPMൽ ഉണ്ട്, യുവനിരയിലുണ്ട്. ഈ യുവനിരയിൽ പിന്നീടുണ്ട് തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയായ മേയർ ആര്യ രാജേന്ദ്രൻ നേമമണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പരാജയം നേരത്തെ തന്നെ ഉറപ്പാക്കാം. ഈ യുവനിരയെ ഒക്കെ തന്നെ CPM ഇറക്കുമ്പോൾ അവരുടെ ആ സീറ്റുകളെല്ലാം തന്നെ ഉറപ്പായും നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പ് പറയാം. LDF മൂന്നാം വട്ടവും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ 3 ഘടകമാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത്. ഇനിയും നിരവധി ഘടകങ്ങളുണ്ട്. അത് ഇനിയും തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പറയും.